ഇവിടുത്തെ ഈ കലോത്സവമൊക്കെ കണ്ടപ്പോൾ എങ്ങനെ തോന്നുന്നു? എന്താണ് ഫീൽ? സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ കലോത്സവത്തിന് സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കുന്ന ഫസ്റ്റ് ടൈമാണ്. കാരണം ഞാൻ ടെക്നിക്കലിലല്ല പഠിച്ചത്, ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പൈങ്കിളിയാണ് ടെക്നിക്കൽ പഠിച്ചത്. അപ്പോൾ അങ്ങനെ കാരണം ഒരു ചാൻസ് ഇവിടെ വരാനും കൂടി കിട്ടി. എന്തായാലും അതിൽ വളരെ സന്തോഷത്തിലായിരുന്നു. എന്തായാലും യാത്രയൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ ട്രെയിനിനാണ് വന്നത്. എന്തായാലും ചില്ലിങ് വൈബാക്കി നമ്മളും ബ്ലോഗൊക്കെ എടുത്താണ് അവിടെ വന്നത്. എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു, അടിപൊളി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു പ്രശസ്തമായ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും തുള്ളിയേ ആയിട്ടുള്ളൂ ഫോളോവേഴ്സ് എന്ന് പറയും. ഇവർക്ക് സ്വന്തമായി ഒരു വ്ളോഗിൻ്റെ ശീലം കൂടിയുണ്ട്. ആ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്നറിയാം പ്ലീസ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈബ്സ്, അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ സന്തോഷിക്കുന്നത്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓരോ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഓരോ എന്താ പറയുക നിമിഷങ്ങളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വ്ളോഗിൽ എടുക്കുന്നത്. അതെ, സത്യം പറഞ്ഞാൽ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് തിരിച്ച് മണ്ണ് നോക്കും. എന്താ പറയുക, എൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും മാറും. എപ്പോഴും എനിക്ക് വരുന്ന കമന്റുകൾ അതാണ്, എൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിഷമങ്ങൾ എപ്പോഴും മാറും. നീ എൻ്റെ സന്തോഷ ഗുളികയാണെന്നാ പറയുന്നത്. നല്ലൊരു വാക്കാണ്. മലയാളത്തിൽ പഴയൊരു ആകാശമിഠായി എന്നൊരു വാക്കുണ്ട്. അതുപോലെ നല്ലൊരു വാക്ക് സന്തോഷ ഗുളിക. ഒരു സന്തോഷ ഗുളിക, ഒരു വ്ളോഗ് സന്തോഷ ഗുളികയായി മാറുന്ന ഏറ്റവും മനോഹരമായ ഒരു അഭിപ്രായമാണ് പ്രിയപ്പെട്ട ഡയാന പങ്കുവച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഈ കലോത്സവത്തിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി ഡയാനയും ഷെറോലിനും കൂടെ ചേർന്ന് അവരുടെ വ്ളോഗിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് അടുത്ത ദിവസങ്ങൾ തന്നെ എടുത്തു ചെയ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ സന്തോഷ ഗുളിക എന്ന കമന്റായി മാറുന്ന വിധത്തിൽ തെളിയും. തീർച്ചയായിട്ടും റെഡി ഫോർ ഡയാന വ്ളോഗ് നമ്മുടെ ആ ചാനലിൽ എന്തായാലും വരും. എന്തായാലും എൻ്റെ വ്ളോഗ് കണ്ട് വേറൊരു സന്തോഷിപ്പിക്കുക പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം തീർച്ചയായിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് എനിക്ക് സന്തോഷം. എല്ലാവരും സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. അടുത്ത നിമിഷം നമുക്ക് എന്താ ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയില്ല. ഇപ്പം നമ്മൾ ഓരോ നിമിഷവും സന്തോഷത്തോടെ ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. അതന്നെ പ്രസക്തിയിൽ നമ്മൾ സന്തോഷത്തോടെ ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. അപ്പോൾ നാളെ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നിമിഷവും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലസ് 2 കഴിഞ്ഞ ഒരു കുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് തത്വശാസ്ത്രത്തിന്റെ പുതിയ അതിരുകളിലേക്ക് 2 കൂട്ടുകാർ 2 കൂടപ്പിറപ്പുകൾ പോകുന്ന ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും വലിയ സന്തോഷം. ഇവർക്ക് എല്ലാവിധ നന്മകളും ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ബൈ. താങ്ക് യു.